ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അറബിക് സ്വീറ്റ്സിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കുനാഫ എങ്ങനെ വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തൊട്ടപ്പുറത്തുള്ള ആ കുഞ്ഞ് ബെല്ലൈക്കുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് റെസിപ്പി എങ്ങനെ നോക്കിയാലോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയില്ല കേട്ടോ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ മൈദയും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് പാലാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിൽ നിന്നും കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഒട്ടും കട്ടയില്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കി പാലും കൂടെ ചേർത്ത് നന്നായൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇളക്കി കൊടുക്കണം കേട്ടോ. എപ്പോഴും പറയുന്നത് പോലെ തന്നെ കട്ട പിടിക്കും കോൺഫ്ലോറൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് തന്നെ നമ്മളിതൊന്ന് കുറുക്കിയെടുക്കാം. ഇതിവിടെ പാകത്തിന് തന്നെ കുറുക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം കുറുക്കിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു കമ്പനിയുടെ ക്രീം ചീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും ഞാനിപ്പോൾ ഒരു 4 ക്യൂബ്സാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്നും കട്ടയില്ലാണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്രീം ചീസ് ചേർത്തിട്ട് പിന്നെ 1 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം. പിന്നെ ഒരുപാട് നേരം തീ കത്തിക്കരുത് കേട്ടോ. അപ്പോൾ ഒട്ടും കട്ടയില്ലാണ്ട് ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. കുനാഫ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടാണ് സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഷുഗർ സിറപ്പ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളവും 1 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ തിള വന്ന് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 3-4 മിനിറ്റും കൂടെ നന്നായിട്ട് തിളപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുനാഫ സെറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള കുനാഫ ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. കണ്ടോ, ഇതുപോലെ വളരെ തിന്നായിട്ടുള്ള സേമിയ പോലെ ഉള്ളതാണ് കുനാഫ ഡോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ആവശ്യമുള്ളത് കുറച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 200-250 ഗ്രാമോളം എടുക്കുന്നുണ്ട്. ഇനി ഇതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ കത്തി കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഇതിനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ മിക്സിയിലിട്ടിട്ടാണ് പൊടിക്കുന്നതെങ്കിൽ ഓവറായിട്ട് അങ്ങ് പൊടിഞ്ഞു പോവരുത്. ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറാണ്. അപ്പം ഒരു 5-6 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് നമ്മൾ പുട്ടിനൊക്കെ പൊടി നനയ്ക്കുമല്ലോ അതുപോലെ ഒന്ന് നനച്ചെടുക്കാം. ചേർക്കുന്ന ബട്ടറിന് അങ്ങനെ ഒരു പ്രത്യേക അളവൊന്നും ഇല്ല കേട്ടോ. നിങ്ങളെടുക്കുന്ന ഡോ എത്രയാണോ അതിനനുസരിച്ചാണ് ബട്ടറും എടുക്കേണ്ടത്. കാരണം ഇതുപോലെ ജസ്റ്റ് എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റണം. അത്രക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിവിടെ ഫ്രൈ പാനിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫ്രൈ പാനിൽ കുറച്ച് ബട്ടർ ഒന്ന് തടവി കൊടുക്കാം. ഞാനിവിടെ ഈ ഡോ വെച്ചിട്ട് ചെറിയ 2 ഈ ഫ്രൈ പാനിൽ ഒന്നാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പം ചെറുതിന് 2 മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിൻ്റെ പകുതി എടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ലെയറായിട്ട് നമുക്ക് അതൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ വെച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് എല്ലായിടത്തും ഈക്വൽ ആവുന്ന രീതിയിൽ വേണം വെച്ചെടുക്കാനായിട്ട്. ഒരേ തിക്നെസ്സിലാക്കിയിട്ട് വെച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്രീം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്ത് എല്ലായിടത്തും ഈക്വൽ ആവുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് 1 കപ്പ് മിൽക്ക് വെച്ചിട്ടല്ലേ ക്രീം ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ക്രീം വെച്ചിട്ട് ഇതുപോലെ ഓരോന്നും പിന്നെ ചെറിയൊരു കപ്പിലേക്കും കൂടെ ഉള്ളത്
സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ക്രീം ഉണ്ടാവും കേട്ടോ. ഇനി നിങ്ങൾ വലിയ ഫ്രൈ പാനൊക്കെ എടുക്കുന്നതെങ്കിൽ ഒരെണ്ണം ചെയ്തെടുക്കാനുള്ള ക്രീം നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ഉണ്ടാവുള്ളൂ. ഇനി നിങ്ങൾക്ക് ചീസി ടേസ്റ്റ് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പകുതി ഇടുണ്ടല്ലോ, അത് ഇതുപോലെ തന്നെ ഇട്ടിട്ട് എഡ്ജസൊക്കെ എല്ലായിടത്തും നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാക്കിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുവരെ നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരേ ലെവലിലാക്കിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി ബാക്കിയുള്ളത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്കും കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഡോ വെച്ചിട്ട് ഞാൻ ചെറിയ 2 സെറ്റ് ചെയ്തെടുക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെറിയ കുക്കിംഗ് കട്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ അടുത്ത് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഫോയിൽ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ മടക്കിയിട്ട് റൗണ്ട് ഷേപ്പിലാക്കിയിട്ടൊന്ന് സ്റ്റാപ്ലർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലും കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. റീമോൾഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതുപോലെ ഞാൻ 2 റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലും നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് ഇനി കുനാഫ ഡോ തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് എല്ലാ ഭാഗത്തും ഒരേ ലെവലാവുന്ന രീതിയിൽ തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൊസറല്ല ചീസ് മാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ക്രീം വെച്ചിട്ടും ചെയ്യാം. ശരിക്കും 2 ടൈപ്പിൽ കുനാഫ നമുക്ക് കിട്ടും, ക്രീമി കുനാഫയും ചീസി കുനാഫയും. അപ്പോൾ ഇത് ചീസി കുനാഫ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ മൊസറല്ല ചീസ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനൊന്നും ഒരു പ്രത്യേകിച്ച് അളവൊന്നും പറയാനില്ല. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ബാക്കിയുള്ള കുനാഫ ഡോ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം. ഇതിവിടെ നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം വെച്ചില്ലേ ഫ്രൈ പാനിൽ സ്റ്റൗ ടോപ്പിൽ വെച്ചത് ഏകദേശം ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. അപ്പം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അതിൻ്റെ ഇടയിലൊന്ന് വിട്ടുപോയി ഞാൻ അതിൻ്റെ അടിയിലൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റായിട്ട് ഫ്ലെയിം തട്ടിയിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകണ്ട വിചാരിച്ചിട്ട് വെച്ച് കൊടുത്തതാണ് കേട്ടോ. നമുക്കിത് മറിച്ചിടാനായിട്ട് കുറച്ച് വലുതല്ല, അപ്പോൾ പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടാണ് ഇതുപോലെയാണ് മറിച്ചിട്ട് കൊടുക്കുന്നത്. കണ്ടോ, മറിച്ചിടുമ്പോൾ നല്ല ഗോൾഡൻ കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടെ നമുക്കൊന്ന് മൊരിച്ചെടുക്കാം. ഇത് 2 ഭാഗവും നന്നായിട്ട് റെഡിയായി നല്ല മൊരിഞ്ഞ് വന്ന ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെറിയ ചീസി കുനാഫ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അത് ഞാൻ ഫ്രൈ പാൻ ഈ തട്ടിൻ്റെ പുറത്തേക്ക് തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞ് ഈ ഒരു കളറൊക്കെ ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 2 ഭാഗവും നല്ല കളറൊക്കെ മാറി നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഫോയിലൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കാം. ഇനി നമ്മളിത് സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പിസ്ത ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഫ്രൈ പാനിൽ റെഡിയാക്കിയെടുത്തതും ഒരു പ്ലേറ്റിലേക്കും മാറ്റി കൊടുക്കാം. ഇതിൻ്റെ പുറത്തേക്കും കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള പിസ്താഷ്യവും കൂടെ ചേർത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ചൂടോടെ തന്നെ കഴിക്കാനാണ് ടേസ്റ്റ് കൂടുതൽ. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല ക്രീമി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റാണ് കേട്ടോ. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് തന്നെയാണ്. ഇത് നല്ല വൃത്തിക്ക് കട്ട് ചെയ്തിട്ടൊന്നും നമുക്ക് കഴിക്കാൻ കഴിയില്ല കേട്ടോ. ഒരു സ്പൂണോ ഫോർക്കോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കോരി കഴിക്കാനാണ് കഴിയാം. ഈ ഒരു കുനാഫയുടെ ഒപ്പം നാട്ടിലൊക്കെ എല്ലാ ഹൈപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്